ഡെവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. രാജിയുടെ മുഖത്തേക്ക് നോക്കിയതും അവളിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം അവളുടെ കണ്ണുകളിൽ രേവതിയിൽ പതിഞ്ഞതും അവളുടെ കോപം നിറഞ്ഞു. ആ നീ പോവാനിറങ്ങിയ ലച്ചു അവരോട് അരിയിലേക്കായി വന്നിട്ട് ചോദിച്ചു. മയ്യേട്ടൻ കാത്തിക്കുവാ. ഞാൻ നിങ്ങളോട് യാത്ര പറയാൻ വന്നിരുന്നു, പക്ഷെ കണ്ടില്ല. രാജിയുടെ ചോദ്യത്തിന് അവൾ മറുപടി പറയുമ്പോഴും അവളുടെ കണ്ണുകളിൽ രേവതിൽ തന്നെ തറഞ്ഞു നിന്നിരുന്നു. ആണോ? ഞാൻ അകത്തെ റൂമിലായിരുന്നു ലച്ചു. സൂര്യേട്ടനെ അന്വേഷിച്ച് പോയതാ, പക്ഷെ പുള്ളി അവിടെ നിന്ന് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം എൻ്റെ ഇഷ്ടം പുള്ളിക്കാൻ അറിയിക്കാൻ പറ്റിയില്ല. രാജേശ്വരി നിരാശയോടെ പറയുന്ന കേട്ടതും രേവതിയുടെ മുഖമിരുന്ന് ലച്ചു വ്യക്തമായി തന്നെ കണ്ടു. അതെനിക്ക് മനസ്സിലായി. പിന്നെ സൂര്യേട്ടൻ താഴത്തെ വരാന്തയുടെ അറ്റത്ത് നിൽക്കുകയായിരുന്നില്ലേ? പിന്നെ നീ എങ്ങനെയാ അദ്ദേഹത്തെ അകത്ത് റൂമിൽ കാണുന്നത്? ലച്ചു പറഞ്ഞതും രേവതി ഞെട്ടിലോടെ മുഖമുയർത്തി അവളെ നോക്കി. തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ താനും സൂര്യേട്ടനായിട്ടുള്ള അടുപ്പം അവൾ കണ്ടിരുന്നെന്ന് രേവതിക്ക് മനസ്സിലായി. അവൾ കുറ്റബോധത്തോടെ മുഖം കുനിച്ചു. പിന്നെ രേവു, എന്നെ 2 ബ്ലൗസ് തയ്ക്കാൻ ഞാൻ പാർവച്ചിയുടെ കൈ കൊടുത്തിരുന്നു. നീ ഇന്ന് വൈകുന്നേരം അത് വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വന്നേടി. ഇന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഈ അവസ്ഥയിൽ എനിക്ക് അവിടെ വരെ പോകാൻ വയ്യ. അവൾ പറഞ്ഞു. രേവതി നിന്ന് ഉമിനീരിറക്കിക്കൊണ്ട് മൂളിയതേ ഉള്ളൂ. സത്യത്തിൽ മറ്റൊന്നും പറയാൻ അവൾക്ക് നാവ് പൊന്തുന്നില്ലായിരുന്നു. തന്നെയും സൂര്യേട്ടനെയും രഹസ്യം ലച്ചു അറിഞ്ഞു എന്നത് രേവതിയെ വല്ലാത്ത ഒരു ഭയത്തിലാഴ്ത്തിയിരുന്നു. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മയ്യേട്ട അവിടെ കാത്തു നിൽക്കുവാണേ. രേവതിയെ തർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ രാജിയോടായി പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് ലച്ചുവിനെ യാത്രയാക്കി. തിരിഞ്ഞടക്കുമ്പോഴും വൈകുന്നേരം വീട്ടിലേക്ക് വരണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നവളെ രേവതി അല്പം ഭീതിയോടെ തന്നെ നോക്കി നിന്നു. ലക്ഷ്മിയുടെ വലത് കൈ ശക്തമായി രേവതിയുടെ കവളിൽ ആഞ്ഞു പതിച്ചു. രേവതിയുടെ ഞെട്ടലോടെ കവളിൽ കൈവച്ചുകൊണ്ട് അവളെ മിഴിച്ചു നോക്കി നിന്നു. ദുഷ്ടേ, എങ്ങനെ മനസ്സ് വന്നിരുന്നു നിനക്ക് ആ പാവത്തിനെ ചതിക്കാൻ? ഇതിനായിരുന്നോടി നീ അവിടെ കൂടെ ഒരു നിഴൽ പോലെ നടന്ന് വിശ്വസിച്ച് കൂടെ കൂട്ടിയോട് തന്നെ നീ വഞ്ചന കാണിച്ചില്ലോടി. നോയിക്ക രേവതി, നീ കാണിച്ച ചതിക്ക് ഈശ്വരന്മാർ പോലും നിന്നോട് പൊറുക്കില്ല. വർഷങ്ങളായിട്ടുള്ള അവിടെ പ്രണയത്യ നീ ചതിയിലൂടെ തട്ടിയെടുത്തിരിക്കുന്നു. മതി, നിർത്തിലെച്ചു. വർദ്ധിച്ച വികാരക്ഷോഭത്താൽ ലക്ഷ്മി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു കഴിയും മുന്നേ രേവതിയുടെ ശബ്ദത്തോട് ഉയർന്നു കേട്ടു. നീ ഇത്രയും നേരം പറഞ്ഞൊക്കെ ഞാൻ കേട്ടുണ്ടെന്ന് എന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് തന്നെയാ. അതിന്റെ ചെറിയ കുറ്റബോധം മനസ്സിലുണ്ട്. അത് പക്ഷെ നീ പറയുന്ന പോലെ അവിടെ പ്രണയത്തെ തട്ടിയെടുത്ത് ഓർത്തല്ല. എന്റെ പ്രണയം നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ച് ഓർത്തുകൊണ്ട് മാത്രമാണ്. പിന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും അന്നും ഇന്നും ഇനി എന്നും സൂര്യമംഗലത്ത് സൂര്യനാരായണന്റെ പ്രണയം ഒരിക്കലും രാജേശ്വരി അല്ല ലച്ചു. അത് ഈ രേവതി മാത്രമാണ്. ലച്ചുവിന്റെ വാക്കുകൾ തടയിട്ടുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ രേവതി പറഞ്ഞു. രേവതി പറഞ്ഞ ഓരോ വാക്കുകളിൽ ലച്ചു ഞെട്ടിലോടെയാണ് കേട്ടു നിന്നത്. എൻ്റെ 12ാമത്തെ വയസ്സിലാണ് സൂര്യേട്ടനോട് ആദ്യമായിട്ട് ഇഷ്ടം തുറന്ന് പറയുന്നത്. പ്രണയം എന്താണെന്ന് പോലും അറിയാത്ത ആ പ്രായത്തിൽ സൂര്യേട്ടൻ്റെ മുഖത്ത് നോക്കി മിഴിച്ചിൽക്കാൻ മാത്രമേ എനിക്കന്ന് സാധിച്ചിരുന്നുള്ളൂ. അന്ന് സൂര്യേട്ടന് 18 വയസ്സായിരുന്നു. പഠിക്കാനായി ബാംഗ്ലൂരിലേക്ക് പോകാൻ നിന്ന സമയം. പോകുന്നതിൻ്റെ തലേ ദിവസം എന്നോടൊന്ന് പറഞ്ഞു എന്നെ ഒത്തിരി ഇഷ്ടമാണെന്നും വലുതാകുമ്പോൾ കല്യാണം കഴിച്ച് കൂടെ കൂട്ടുമെന്നും. അന്നത്തെ ആ പ്രായത്തിൽ ഞാൻ അത്ര കാര്യമായി എടുത്തില്ല. എങ്കിലും ആൾ പോയി കഴിഞ്ഞപ്പോൾ എന്നിൽ വല്ലാത്തൊരു നിരാശ വന്ന് മൂടിയിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും എന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കൗമാരത്തിലേക്ക് കടന്നപ്പോഴാണ് പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം സൂര്യനാരായണൻ എന്ന വ്യക്തി എന്നിൽ വേരാഴ്ത്തിയെന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ മനക്കിൽ വെറും ഒരു ആശ്രിതന്റെ മകൾക്ക് സൂര്യമംഗലത്തെ ഇളമുറ തമ്പുരാനെ മോഹിക്കാൻ മാത്രമുള്ള യോഗ്യതയില്ലെന്ന് ഓർത്തു മനസ്സിൽ തോന്നിയ ഇഷ്ടത്തെ അവിടെ തന്നെ കുഴിച്ചു മൂടുകയാണ് ചെയ്ത്. വർഷങ്ങൾ കഴിയുമ്പോൾ ആ മനസ്സിൽ എന്നോടുണ്ടായിരുന്ന പ്രണയം ഇല്ലാതാവുമെന്ന് ഞാൻ കരുതി. എന്നാൽ എൻ്റെ തോന്നലുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും എന്നോട് വന്ന് ഇഷ്ടം പറഞ്ഞപ്പോൾ, ഞാനില്ലെങ്കിൽ ഒരു ജീവിതം ഉണ്ടാകില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പിന്നെ അകന്നിൽക്കാൻ എനിക്കും സാധിച്ചില്ല. മനസ്സിലെ ഇഷ്ടം പൂർവാധികം ശക്തിയോടെ പുറത്തേക്ക് വന്നു. പിന്നെ ഓരോ ദിവസവും ഞങ്ങളുടെ പ്രണയകാലമായിരുന്നു. ആരും അറിയാതെ അതീവ രഹസ്യമായി ഞങ്ങൾ പ്രണയിച്ചു. അപ്പോഴാണ് രാജിക്ക് സൂര്യേട്ടന് ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ പറയുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഞാൻ പകച്ചെന്ന് പോയി. സൂര്യേട്ടനോട് പറഞ്ഞപ്പോൾ തൽക്കാലം ആരോടൊന്നും പറയണ്ട, അവളുടെ കാര്യം ഏട്ടൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അതാ നിങ്ങൾ ആരോടും ഞാനൊന്നും പറയാതിരുന്നത്. രേവതി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവൾ തളർന്നിരുന്നു പോയി. ഇതൊക്കെ രാജി അറിഞ്ഞുള്ള അവസ്ഥ നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ രേവു? അവൾക്ക് സഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അല്പസമയം അങ്ങനെ ഇരുന്ന ശേഷം ലച്ചു മുഖം ഉയർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു. അറിയില്ല, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ലച്ചു. പക്ഷെ ഒന്ന് മാത്രമേ അറിയാം, സൂര്യേട്ടനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പറഞ്ഞുകൊണ്ട് അവൾ ഇരുകവളിൽ മുഖാമർത്തി വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ടിട്ടും അവളൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ തറഞ്ഞിരിക്കാൻ മാത്രമേ ആ നിമിഷം ലച്ചുവിനെ സാധിച്ചുള്ളൂ. കൊള്ളാം, ഇതാണോ എൻ്റെ ചിറ്റ ചെയ്ത ചതിയെന്ന് നിങ്ങൾ പറഞ്ഞ്? ഒരാളെ സ്നേഹിക്കുന്ന അയാളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അത്ര വലിയ തെറ്റാണോ? അതുമാത്രമല്ല, എൻ്റെ ചിറ്റയും സൂര്യനാരായണനും തമ്മിൽ പരസ്പരം സ്നേഹിച്ചവരാ. അതിനിടയിലേക്ക് കയറി വന്ന അപ്പച്ചിയല്ലേ? പിന്നെ എങ്ങനെ എൻ്റെ ചിറ്റ അവരോട് ചെയ്ത് തെറ്റാവും? ലക്ഷ്മി പറഞ്ഞ മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന തനു പെട്ടെന്ന് മുറുകിയ മുഖത്തോടെ ചോദിച്ചു. അവളുടെ ചിറ്റയെക്കുറിച്ച് അവർ പറഞ്ഞു നോക്കിയതും അവൾക്ക് അപ്പോഴും അവിശ്വസനീയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചിറ്റയെ മോശക്കാരിയാക്കി അവർ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ ഉള്ളിൽ നീരസം ചെലുത്തിയിരുന്നു. അതിന് കഥ ഇവിടെ കൊണ്ട് അവസാനിച്ചില്ലല്ലോ തനു. നിന്റെ ചിറ്റയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ പോകുന്നല്ലേ ഉള്ളൂ.
അവർ ചെയ്ത ചതിയിൽ എത്ര ജീവിതങ്ങളാണെന്നോ തകർന്നടിഞ്ഞു പോയത്. ആൾക്ക് മറുപടി എന്ന പോലെ വിഷ്ണു പറഞ്ഞു. ആളുടെ മുഖം വലിഞ്ഞു മുറുകി. മതി സർ, കുറെ നേരമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്റെ ചിറ്റ ചതിച്ചു, ആരുടെയൊക്കെ ജീവിതങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ. എങ്കിൽ പറ, എന്താ എന്റെ ചിറ്റ ചെയ്ത് അത്ര വലിയ അപരാധം? എന്ത് ചതിയാ അവർ നിങ്ങളോടൊക്കെ ചെയ്ത്? ആൾ ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് മറുപടിയായി ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആളുടെ അരികിലേക്ക് വന്നു. മോളിരിക്കെ, ഞാൻ പറയാം. ആർ പറഞ്ഞു. ആൾ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവരെ നോക്കി. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ലക്ഷ്മി വീണ്ടും പറഞ്ഞു തുടങ്ങി. അന്ന് രേവതിയുടെ നാവിൽ നിന്ന് സൂര്യേട്ടനവൾ തമ്മിൽ പരസ്പര ഇഷ്ടത്തിലാണെന്ന് കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാൻ ഞാൻ ഒരു നിമിഷം പകച്ചെന്ന് പോയി. ഒരു വശത്ത് രാജേശ്വരി, മറുവശത്ത് രേവതി. രണ്ടുപേരും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെ. ഞാൻ ആരോടൊപ്പം നിൽക്കും? ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ തഴയാൻ എനിക്ക് എങ്ങനെ സാധിക്കും? സത്യത്തിൽ ചെകുത്താനും കടലിൽ നടുക്കിൽക്കുന്ന അവസ്ഥയായി പോയി ആ നിമിഷം എൻ്റേത്. പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അടുത്തിടന്ന സെറ്റിയിലേക്ക് ഇരുന്നു. താനും അവർ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വിഷ്ണു ചുമലിൽ ചാരി നിൽക്കുന്നുണ്ട്. ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി. മയ്യേട്ടനോടൊപ്പം തിരിച്ച് ഉത്തരാഖണ്ഡിലേക്ക് പോയിട്ടും ഞാൻ ആകെ ടെൻഷനായിരുന്നു. ആദ്യം രാജേശ്വരിയുടെ അടുത്ത് പറയാമെന്ന് കരുതി. പക്ഷേ അവളിതറിഞ്ഞ് എങ്ങനെയാവും പ്രതികരിക്കാമെന്നറിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് ഊണുറക്കെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ഈ മാറ്റങ്ങളെല്ലാം മയ്യേട്ടനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ കാരണം ചോദിച്ചപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും ഒടുവിൽ മയ്യേട്ടനോടെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് ഏട്ടനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്ത്. അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളുന്നു, മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ചിരുന്നു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊന്നും വരുത്തി വെക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടനെ ശാസിച്ചു. അപ്പോഴാണ് ശരിക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പോലും ഓർക്കുന്നത്. ആ സമയം എനിക്ക് 6 മാസമായിരുന്നു. രാജിയുടെയും രേവുവിൻ്റെയും കാര്യം ആലോചിച്ചിട്ട് ഞാൻ നേരവണ്ണം ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിൽ വല്ലാത്തൊരു കുറ്റബോധം നിറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞ് എൻ്റെ കുഞ്ഞിനെ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയി. അതിനിടയിൽ വിഷ്ണു ജനിച്ചു. മോൻ ജനിച്ചതിന് ശേഷം ഞാൻ ആകെ തിരക്കിലായിരുന്നു. മോൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഏട്ടൻ എന്നെ അവിടെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ PG കൂടെ കൊണ്ടുപോയി ചേർത്തു. ഞാൻ ആകെ വരഞ്ഞു. എൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഞങ്ങളുടെ അരിയിലേക്ക് വന്നു. അതോടെ രാജീരയുമായിട്ടുള്ള എല്ലാ കോൺടാക്ട്സ് നിൽക്കുകയും ചെയ്തു. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും അന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കോൺടാക്ട് ചെയ്യാനുള്ള മാർഗം കത്ത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അയക്കുന്ന കത്തുകൾക്ക് മറുപടി ഇല്ലാതായപ്പോൾ അവരും പതിയെ കത്തയക്കം നിർത്തി. സത്യത്തിൽ എനിക്കതൊരു ആശ്വാസമായിരുന്നു. ഓരോ കത്തിലും രാജിക്ക് അവളുടെ സൂര്യനെക്കുറിച്ച് പറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യങ്ങൾ തിരിച്ചറിയുന്ന രാജി ഇന്നും എൻ്റെ ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. അങ്ങനെ 4 വർഷം പിന്നിട്ടു. ആ കാലത്രയും മനഃപൂർവ്വം ഞാൻ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. വിഷ്ണുവിൻ്റെ 4ാം പിറന്നാളിനാണ് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. ഏട്ടന് കാശ്മീരിലേക്ക് ട്രാൻസ്ഫറായി അവിടേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ സമയം ഞങ്ങൾ നാട്ടിലേക്ക് വന്ന്. നാട്ടിലെത്തിയ ഉടനെ രാജിയെ രേവിനെയും കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടോ രാജിയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ എനിക്ക് അപ്പോഴും ധൈര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. ഒടുവിലൊരു ദിവസം അവൾ എന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നു. അതൊരു സന്തോഷ വാർത്തയായിട്ട്. സൂര്യേട്ടനും രാജി നമ്മൾ വിവാഹം ഉറപ്പിച്ചു. എന്താ? അതുവരെ ലക്ഷ്മി പറയുന്നില്ല ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന തനു ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റു. സത്യ കുട്ടി, അന്ന് രാജി അങ്ങനെ പറഞ്ഞപ്പോൾ ഇതേ ഞെട്ടിലോടെയാ ഞാൻ അവളുടെ മുമ്പിൽ നിന്ന്. സൂര്യേട്ടനും രേവതിയും തമ്മിൽ പിരിഞ്ഞോ അതോ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് സൂര്യേട്ട രാജി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാണോ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ കൊണ്ട് ഞാൻ ആകെ വലഞ്ഞു. അധികം വൈകാതെ തന്നെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുകയും ചെയ്തു. എന്താ അത്? ലക്ഷ്മി പറഞ്ഞു കേട്ട് തനു ആകാംക്ഷയോടെ ചോദിച്ചു. വിവാഹപ്രായമായി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും വിവാഹാലോചനകൾ വരും. അങ്ങനെ ആലോചനകൾ വന്നപ്പോൾ രാജി തനിക്ക് സൂര്യേട്ടനാണ് ഇഷ്ടമെന്ന് വീട്ടിൽ പറഞ്ഞു. അവർക്ക് താല്പര്യമുള്ള കാര്യമായതുകൊണ്ട് തന്നെ മറ്റൊന്നും ആലോചിക്കാതെ അവർ വിവാഹം ഉറപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് സമ്മതിച്ചോ? എൻ്റെ ചിറ്റയെ മറന്നോ? തനി വിഷമത്തോടെ ചോദിച്ചു. ഇല്ല, സൂര്യേട്ടൻ ആ സമയം എന്തോ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വിദേശത്തായിരുന്നു. അതുകൊണ്ട് പുള്ളി ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. ഏകദേശം 6 മാസത്തോളം കഴിഞ്ഞാണ് അദ്ദേഹം തിരികെ വരുന്നത്. വന്നപ്പോൾ ആദ്യം കേട്ട വാർത്ത ഇതായിരുന്നു. അന്ന് അവിടെ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടായി. അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പറഞ്ഞു താൻ സ്നേഹിക്കുന്ന രാജേശ്വരിയല്ല രേവതിയാണെന്ന്. അത് രാജിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. എന്തിനും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന താൻ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച തൻ്റെ കൂട്ടുകാരി തന്നെ ചതിച്ചു എന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ താൻ പ്രാണനെ പോലെ സ്നേഹിച്ചവൻ മറ്റൊരു പെണ്ണിനെ പ്രണയിക്കുന്നു എന്ന വാർത്തയും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഫലമായിട്ട് അവൾ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് മറ്റൊരു പൊട്ടിത്തെറിയിലേക്കാണ് വഴിതിരിച്ച്. സൂര്യൻ്റെ ഭാര്യയായിട്ട് അവർക്കാർക്കും വെറൊരു കാര്യസ്ഥൻ്റെ മകളായ രേവതി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തു വന്നാലും സൂര്യ രാജേശ്വരി തന്നെ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മാവനൊക്കെ വാശി പിടിച്ചു. രാജേശ്വരി അവസ്ഥയെന്ന് അവളെ കാണാനായി ചെന്നപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ ലക്ഷ്മിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. നടക്കില്ല സൂര്യ, നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല. നമ്മുടെ കുടുംബത്തിന്റെ വെറൊരു ആശ്രിതന്റെ മകളെയാണോ നീ ഭാര്യാക്കനായി കണ്ടുപിടിച്ച്? അത്രയും ഗതി കെട്ടിട്ടില്ല സൂര്യമംഗലത്തുകാര്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇത് നടക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട സൂര്യ. ഈ മോഹം മുളയിലെ തന്നെ നുള്ളിയെറിഞ്ഞുള്ള. അകത്തേക്ക് ഒരാളെ പടിക്കെട്ടിലേക്ക് കാലെടുത്ത് വെച്ചു. നാരായണവർമ്മയുടെ ശബ്ദം ലക്ഷ്മിയുടെ കാതുകളിൽ അലയടിച്ചു. പറ്റില്ല സർ,
അങ്ങനെ മോഹം കൊടുത്ത് ചതിക്കാനല്ല ഞാൻ രേവതിയെ സ്നേഹിച്ച് ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ കൂട്ടാനാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും രേവതിയല്ലാതെ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിലും ഞാൻ താലിയാർത്തില്ല. അങ്ങനെ സംഭവിച്ചാ അന്ന് സൂര്യനാരായണന്റെ മരണമായിരിക്കും. സൂര്യ! അവൻ പറഞ്ഞു നിർത്തിയതും നാരായണന്റെ ശബ്ദം ഉയർന്നു കേട്ടു. പറ്റില്ല സാ, എന്റെ രേവുവിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണ്, അതെനിക്ക് ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കണം. സ്നേഹിച്ച പെണ്ണിനെ ചതിക്കുന്നതാണോ സൂര്യ മംഗലത്താണ് നിങ്ങളുടെ പാരമ്പര്യം? അവൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. നാരായണവർമ്മ മറുപടിയില്ലാതെ നിന്നു. പക്ഷെ സൂര്യ, എന്റെ മോളടാ, അവൾക്ക് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും? ഇപ്പൊ തന്നെ നിന്നെ നഷ്ടപ്പെടുന്നോർത്ത് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇനിയൊരു ശ്രമം കൂടി ഉണ്ടാവില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ ഇപ്പൊ നിനക്ക് മാത്രമേ സാധിക്കൂ. ഗോവിന്ദവർമ്മ അവന്റെ ഇരു കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു. അമ്മാമ്മ പേടിക്കണ്ട, രാജിയോട് ഞാൻ സംസാരിച്ചോളാം. അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വേണ്ട, സൂര്യൻ പറഞ്ഞു കഴിയും മുന്നേ രാജേശ്വരിയുടെ ശബ്ദം ഉയർന്നു കേട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കിയതും ശ്രീദേവിയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന രാജേശ്വരിയെ കണ്ട് അവരോളെ ദയനീയമായി നോക്കി. രാജി, ഞാൻ സൂര്യൻ എന്തോ പറയാൻ തുടങ്ങിയതും രാജീവനെ കൈയെടുത്തടഞ്ഞു. വേണ്ട സൂര്യേട്ടാ, ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലാവുക കേട്ടനെ, അന്ന് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അതങ്ങനെ ചെയ്തു പോയത്. ഇപ്പം എനിക്ക് വിഷമമൊന്നുമില്ല. പരസ്പരം സ്നേഹിച്ചവർ തമ്മിൽ ഒന്നിക്കേണ്ടത്. സൂര്യേട്ടൻ സ്നേഹിച്ച രേവതിയാണ്, എന്നെയല്ല. അതുകൊണ്ട് നിങ്ങളാ ഒന്നിക്കേണ്ടത്. രാജേശ്വരി നിറഞ്ഞ കണ്ണുകൾ മറച്ചു പിടിച്ചുകൊണ്ടൊരു പുൻസിരിയോടെ പറഞ്ഞു. സൂര്യൻ അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. മോളെ, വേണ്ട അച്ഛൻ, ഒന്നും പറയണ്ട. ഇതാണ് ശരി, ഇത് മാത്രം ശരി. ഗോവിന്ദർമ്മ എന്തോ പറയാൻ തുടങ്ങിയതും അതിനെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ അവരാരും ഒന്നും മിണ്ടിയില്ല. സൂര്യൻ ഒരു പുൻസിരിയോടെ അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ ഇരുകൈകളും കൂട്ടിപ്പിടിച്ചു. താങ്ക് യു രാജി, താങ്ക് യു സോ മച്ച്. നിനക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ആ നന്ദിയോടെ പറഞ്ഞു. അവൾ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്ക് അവളുടെ തോളിലും തട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയതും രാജിയുടെ കണ്ണുകളിൽ നടന്നു വീഴാൻ തുടങ്ങുന്ന കണ്ണുനീരിനെ വാതിലിൽ നിൽക്കുന്ന ലക്ഷ്മി മാത്രം കണ്ടു. പിന്നെ സൂര്യന്റെയും രേവതിയുടെയും പ്രണയകാലം തന്നെയായിരുന്നു. വീട്ടുകാരുടെ കൂടെ സമ്മതം കിട്ടിയതും എത്രയും പെട്ടെന്ന് രേവതി വിവാഹം ചെയ്ത് തന്റെ കൂടെ കൂട്ടാൻ സൂര്യ തീരുമാനിച്ചു. അതിന്റെ ഫലമായി ജാതകം നോക്കിയപ്പോഴാണ് സൂര്യന്റെ ജാതകത്തിൽ എന്തോ ദോഷമുണ്ടെന്നും 1 വർഷത്തേക്ക് വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളൊന്നും തന്നെ പാടില്ലെന്നും അറിയുന്നു. സൂര്യൻ ആദ്യം അതിനെ എതിർത്തെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് പിന്നീട് സമ്മതിച്ചു. ഇത്രയും വർഷങ്ങൾ കാത്തിരിക്കാമെങ്കിൽ ഇനി 1 വർഷം കൂടി കാത്തിരിക്കാൻ കഴിയുമെന്ന് രേവതിയുടെ അഭിപ്രായത്തെ അവൻ സ്വീകരിച്ചു. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. തിരികെ മനക്കിലേക്കുള്ള യാത്രയിൽ കാർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് കണ്ണുനീർ വാർക്കുന്നവളെ വിഷ്ണു നിമിഷം സാതാപത്തോടെ നോക്കി. ഇന്ന് അവൾ അറിഞ്ഞ സത്യങ്ങളൊക്കെയും അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്ന് അവനറിയാമായിരുന്നു. അവൻ അവൾ ഒന്നുകൂടി നോക്കിയ ശേഷം ഒരു നെടുവീർപ്പോടെ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. അതേസമയം തനുവ് ആലോചനയിലായിരുന്നു. ഇത്രയും നാളും താൻ സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ച തന്റെ ചിറ്റക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യാൻ സാധിച്ചത്? വിഷ്ണു സാറിന്റെ അമ്മ പറഞ്ഞതൊക്കെയും സത്യം തന്നെ ആയിരിക്കും, അതോ ഇതെല്ലാം അവരുടെ തെറ്റിദ്ധാരണയും? പക്ഷെ തെളിവുകൾ, അവർ കാണിച്ചു തന്ന ഓരോ തെളിവുകളും ചിറ്റയ്ക്കെതിരായിട്ടുള്ളതാണ്. അപ്പൊ ചിറ്റ തെറ്റുകാരി തന്നെ ആയിരിക്കുമോ? ഓരോന്ന് ഓർക്കും തോറും അവൾക്കാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് ലക്ഷ്മിയും വിഷ്ണുവും കൂടി പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കടന്നു വന്നു. ഇപ്പോഴും നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആന്റി. ഇതുവരെ നിങ്ങൾ പറഞ്ഞെല്ലാം സൂര്യനാരായണന്റെയും രേവതിയുടെയും പ്രണയമായിരുന്നു. അതിലെവിടെയാ എന്റെ ചിറ്റ തെറ്റിയത്? ആരും എന്റെ ചിറ്റ ചതിച്ച്? അവസാനമായപ്പോഴേക്കും വികാരക്ഷോഭത്താൽ തനുവിന്റെ ശബ്ദം അല്പം ഉയർന്നിരുന്നു. കൂൾ തനു, റിലാക്സ്. അമ്മ മുഴുവനും പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ, അത് കൂടി കേട്ടിട്ട് താൻ പ്രതികരിക്കും. വിഷ്ണു പറഞ്ഞു കേട്ട് തനു അവനെ നോക്കിക്കൊണ്ട് ദീർഘശ്വാസം എടുത്തു. അന്ന് എന്താ ഉണ്ടായത് ആന്റി? അത്രയും സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന എന്റെ ചിറ്റയും സൂര്യനാരായണനും പിന്നെ എങ്ങനെയാ പിരിഞ്ഞത്? സത്യമറിയണമെന്നുള്ള വ്യഗ്രതയിൽ തനു ആകാംക്ഷയോടെ ചോദിച്ചു. അതിന് മറുപടിയായി ലക്ഷ്മി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വലിയ ദുരന്ത കുടുംബത്തിന്റെ മേൽ വന്നു പതിച്ചു മോളെ. അവര് പറഞ്ഞു. തനു സംശയത്തോടെ നെറ്റി വിളിച്ചുകൊണ്ട് അവരെ നോക്കി. സൂര്യനാരായണന്റെ പേരിൽ അറിയപ്പെടുന്ന ആചാര്യ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവ് പിടിച്ചെടുത്തു. എന്താ? ലക്ഷ്മി പറഞ്ഞു കേട്ട് തനു ഞെട്ടലോടെ ചോദിച്ചു. അതെ മോളെ, ചികിത്സക്കായുള്ള മരുന്നുകൾ ഉണ്ടാക്കാനായി കൊണ്ടുവന്ന ഔഷധ ചെടികളുടെ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അതിന്റെ പേരിൽ സൂര്യനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് പറയുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ ഈറനായി. അറസ്റ്റിലായ ശേഷം സൂര്യനെ രക്ഷിക്കാനായി മനക്കിലുള്ളവരും സൂര്യമംഗലത്തുള്ളവരും ഒരുപാട് ശ്രമിച്ചു. പണത്തിന്റെയും പിടിപാടിന്റെയും ബലത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. എങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പലരും അദ്ദേഹമാണ് ചെയ്തതെന്ന് വിശ്വസിച്ചിരുന്നു. കൂടാതെ ഇങ്ങനൊരു കേസായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടേണ്ടി വന്നു. അതോടെ അത്രയും നാളും പിടിച്ചു നിന്ന സൂര്യനാകെ തകർന്നുപോയി. ആരോടൊന്നും മിണ്ടാതെ ഒരു മുറിയിൽ തന്നെ അടച്ചുപൂട്ടിയിരുന്നു. അങ്ങനെയൊക്കെ ഒരു ദിവസം മോളുടെ മുത്തശ്ശൻ ദിവാകരൻ മനക്കിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരു നിമിഷം അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് തനുവിനെ നോക്കി. താൻ പറയുന്നൊക്കെ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. രേവതി 3 മാസം ഗർഭിണിയായിരുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ലക്ഷ്മി പറഞ്ഞിട്ട് തനു ഞെട്ടലോടെ അവരെ നോക്കി. അതേ മോളെ, വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്ന ചിന്തയിൽ അവർ പലപ്പോഴും പരിധികൾ ലംഘിച്ചിരുന്നു.
ഇന്നത്തെ പോലെ അന്ന് സ്നേഹിക്കുന്നവർ തമ്മിൽ എപ്പോഴും കാണാനോ പരസ്പരം സംസാരിക്കാനോ ഒന്നും അവസരം കിട്ടില്ലായിരുന്നു. മുതിർന്നവർ അതിനെ അനുവദിക്കില്ലായിരുന്നു. പിന്നെ അന്ന് ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ കാണാനും സംസാരിക്കാനുമായി മനക്കിൽ ഒഴിഞ്ഞു കിടന്ന പത്തായപുരയായിരുന്നു തിരഞ്ഞെടുത്ത്. ആ സമയങ്ങളിൽ എപ്പോഴോ ബാക്കി പൂർത്തിയാക്കാതെ അവർ വിഷ്ണുവിനെ ഒന്ന് പാളി നോക്കി. അവനൊന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ലക്ഷ്മി പറഞ്ഞ ഓരോ വാക്കുകൾ കേൾക്കും തോറും തന്നു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. തൻ്റെ ചിറ്റയ്ക്കൊരു കുഞ്ഞു പിറന്നിരുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തുണ്ടായി ആൻറ്റി? അവൾ നിറകണ്ണുകളോടെ ചോദിച്ചു. അവരും ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും പറയാൻ തുടങ്ങി. സംഭവം അറിഞ്ഞതും ആദ്യം എല്ലാവർക്കും ഒരു അന്താളിപ്പായിരുന്നു. എങ്കിലും അവർ സംയമനം പാലിച്ചു. പിന്നെ അധികം വൈകാതെ തന്നെ അവരുടെ കല്യാണം തീരുമാനിച്ചു. സൂര്യേട്ടന് ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു. അത്രയും നാൾ അനുഭവിച്ച വേദനയ്ക്കുള്ള പരിഹാരമായിരിക്കും തൻ്റെ കുഞ്ഞെന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്നാൽ കല്യാണത്തിന് ഒരാഴ്ച മുന്നെയാണ് ആ ഞെട്ടിക്കുന്ന സത്യം എല്ലാവരും അറിയുന്നത്. പറഞ്ഞുകൊണ്ട് ലക്ഷ്മി തനുവിനെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.